ഹലോ ഗൈസ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ ശ്രുതി അവിടെ തന്നെയാണല്ലോ. അപ്പം നമ്മുടെ ശ്രുതിനെ തിരികെ വരുത്താൻ വേണ്ടി നമ്മുടെ അശ്വിൻ പല പല കളികളും നോക്കുന്നുണ്ടേ. അപ്പം ലാസ്റ്റ് നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ രാവിലെ ഇങ്ങനെ വീട്ടിൽ ഉറക്കണീക്കുമ്പോൾ നമ്മുടെ ശ്രുതി, ഞാൻ ഇവിടെ തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ അശ്വിൻ സാറാമിൻ്റെ വീട്ടിലാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മായിയോടും അമ്മയോടും ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെയാ, പക്ഷേ ഈ വീടിന് മൊത്തം കുഴപ്പമാടി, രാവിലെ മുതൽ കരണ്ടും ഇല്ല വെള്ളവും ഇല്ല എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. അപ്പം അശ്വിൻ മനഃപൂർവ്വം കരണ്ടും വെള്ളവും ഇല്ലാതാക്കിയിരിക്കുവാട്ടെ നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് വിടാൻ വേണ്ടി, അങ്ങോട്ട് വരുത്താൻ വേണ്ടി. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ആഹാ, നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ, എൻ്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ലാത്തിടത്തോളം കാലം ഇതൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, എന്നെയും തോപ്പിക്കാൻ പറ്റില്ലടി, നീ നോക്കിക്കോ, അച്ഛനെ കാണാൻ പോയി തിരികെ വരുമ്പോൾ നിന്റെ അമ്മയ്ക്കും അമ്മായിക്കും കയറി കിടക്കാൻ ഈ വീട് ഉണ്ടാവില്ല അടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതിക്ക് ആകെ പേടിയാവോട്ടോ. പിന്നീട് നമ്മുടെ അഞ്ജലിയായിട്ട് നമ്മുടെ ശ്രുതി കണ്ടുമുട്ടുന്ന ഒരു നിമിഷങ്ങളായിട്ട് ശ്രുതി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അഞ്ജലി നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, ആദ്യം എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു, നീ കാരണമാണല്ലോ എന്നോർത്ത്. പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നീ അതിന് കാരണമല്ലാന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരാനായിരിക്കും ഈശ്വരവിധി എന്നും പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന രംഗങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.